പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, ഭയമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നൊരു കാര്യമല്ല. പ്രൈസ് ഗോഡ്. തന്നെയുമല്ല, ഫിയർ ഈസ് നോട്ട് മോർ പവർഫുൾ ദാൻ ഗോഡ്. ദൈവത്തെ കഴിഞ്ഞും ശക്തിയുള്ളതുമല്ല ഭയം. ഇത് നമുക്കറിയാമെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകും, നമുക്കറിയാം, ഈ ഭയം കടന്നു വന്ന് നമ്മുടെ സമാധാനത്തെ എടുത്തു കളയും. പല പ്രാവശ്യം കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തു തന്നിട്ടുണ്ടല്ലേ. അതെന്നാൽ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ അല്ലേ പോകുന്നത്. എന്നാൽ ദൈവം തൻ്റെ കരുണയിലും തൻ്റെ വിശ്വസ്തതയിലും നമ്മളെ കൂടുതൽ അവൻ എക്വിപ്പ് ചെയ്യുക. എന്തിനാണെന്നറിയാമോ? ഈ ഭയത്തിൻ്റെ എല്ലാ എഫക്ട്സിനെയും ഓവർകം ചെയ്തിട്ട് വിശ്വാസത്തിൽ നടക്കാൻ അവൻ നമുക്ക് ചില ആയുധങ്ങൾ തന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നമ്മെ പിശാച് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഉപയോഗിക്കാനാണ്. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 തിമോത്തിയോസ് 1 അധ്യായം അതിൻ്റെ 7 വാക്യം. 2 തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 7. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, ഫിയർ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റാണ്. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. അതുകൊണ്ട് ഏത് പ്രാവശ്യവും ഭയം നമ്മെ ഗ്രിപ്പ് ചെയ്ത് മുറുക്കുമ്പോൾ മനസ്സിലാക്കണം, ശത്രു നമ്മെ വലിച്ചുകൊണ്ട് താഴോട്ട് പോവുക. എന്നിട്ട് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മെ ഭയപ്പെടുത്തി മാറ്റുക. പക്ഷേ ഭയത്തിൻ്റെ സ്പിരിറ്റിന് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ദൈവാത്മാവിൻ്റെ സ്പിരിറ്റുമായിട്ട് ഒരു കണക്ഷനുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. കാരണം നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരുന്നുണ്ട്, നമുക്ക് സ്നേഹം തരുന്നുണ്ട്, നമുക്ക് സുബോധമുള്ളൊരു മനസ്സ് തരുന്നുണ്ട്, സൗണ്ട് മൈൻഡ് തരുന്നുണ്ട്. നമുക്കതിൽ ആശ്രയിക്കാം. വി ക്യാൻ റിലൈ ഓൺ, draw upon and walk in peace in the midst of fear and anxiety. കാരണം നമ്മുടെ ഉള്ളിലുള്ളവൻ അവരുടെ ഉള്ളിലുള്ളവനേക്കാൾ വലുതാണ്. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് കിട്ടും, നമ്മൾ ഒറ്റയ്ക്കല്ല യുദ്ധം ചെയ്യുന്നത്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ യുദ്ധവീരനായ ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഈ യുദ്ധങ്ങളൊക്കെ നാം ചെയ്യുന്നത്. അല്ലാണ്ട് ഫിയറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം കഴിവിൽ ഈ ഭയത്തെ ഒന്ന് അറ്റാക്ക് ചെയ്യാനും അതിനുവേണ്ടി ദൈവത്തെ ഒന്ന് റിലൈ ചെയ്യുവാനും ഒന്നുമല്ല. ദൈവം വിശ്വസനാണെന്ന് ഓർത്ത് അതിനുവേണ്ടി ഒന്ന് ദൈവത്തെ ആശ്രയിക്കുന്ന ഒന്നുമല്ല ശരി, കേട്ടോ. പക്ഷേ അവൻ്റെ ശക്തിയിലും അവൻ്റെ സ്നേഹത്തിലും അവൻ്റെ സൗണ്ട് മൈൻഡ് നമുക്ക് തന്നതിലും നമുക്ക് ബലപ്പെട്ട് നിൽക്കാം. നമ്മൾ എത്രത്തോളം നമ്മുടെ സ്വർഗീയ പിതാവിനെ ട്രസ്റ്റ് ചെയ്യുന്നു, അത്രത്തോളം ഭയം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തോൽവി അടച്ച് പിന്മാറും. എൻ്റെ മനസ്സിൽ നിന്നും അത് പോകും. ഏത് അൺഎക്സ്പെക്റ്റഡ് സർക്കംസ്റ്റൻസ് ആണെങ്കിലും അതിനെ കഴിഞ്ഞുപരി ഞാൻ എൻ്റെ ദൈവത്തെ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ വലുതായി കാണുന്ന എൻ്റെ പ്രാണപ്രിയനുണ്ടല്ലോ, ആ ദൈവം എൻ്റെ ജീവിതത്തിലെ പൂർണ്ണ സമാധാനം തന്നെ എന്നെ കാക്കും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പോകാനുള്ള വഴിയുണ്ടല്ലോ, അത് വൈൻഡ് ചെയ്ത് അപ്വേർഡ്സ്, ഇറ്റ്സ് ഗോയിങ് അപ്വേർഡ്സ് നോട്ട് ഡൗൺവേർഡ്സ്. പക്ഷേ നമ്മൾ അവനെ വലുതായി കാണണം. വലിയവനായ ദൈവം നമ്മുടെ ഈ പാത്തിൽ കൂടെ വന്നിട്ട്
നമ്മെ മെൻ്റലിയും ഇമോഷണലിയും ഫിസിക്കലിയും സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഒരുക്കമുള്ളവനാണെന്ന്. പ്രിയമുള്ള ദൈവത്തിലെ അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. സദൃശവാക്യം 15:24 Proverbs chapter 15 verse 24 ഇങ്ങനെ പറയുന്നു: ബുദ്ധിമാൻ്റെ ജീവിതയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏതിൽ നിന്നെല്ലാം നമ്മെ മാറ്റി നിർത്തി നമുക്കൊരു ഒഴിവ് തന്ന് അല്ലേ കർത്താവ് ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഭാവിയിലെ ജീവിതത്തെ ഓർത്ത് ഭയപ്പെട്ടല്ലേ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയട്ടെ കുഞ്ഞെ, നിനക്ക് നിൻ്റെ പാസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നിൻ്റെ പ്രസൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നിൻ്റെ ഫ്യൂച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ലേ. നമ്മുടെ ഹ്യൂമൻ ടെൻഡൻസി ഭയപ്പെടുന്നതാണ്. കാണാത്തതിനെയും അറിയാത്തതിനെയും ഭാവിയൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവരെ സമ്മതിച്ചു. ഭാരപ്പെടുന്നതിനാൽ ഒരു മുഴ നിനക്ക് കൂട്ടാൻ പറ്റുമോ? നമുക്കെല്ലാം വളരെ സുപരിചിതമായ വാക്യമാണല്ലോ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അത് 27 മുതൽ താഴേക്ക് വായിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. എന്നാൽ അതിനകത്തെ 1-2 ഭാഗം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27 ഇങ്ങനെ പറയുന്നു: വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? 6-ാം അധ്യായത്തിൻ്റെ 34 ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. വറിയടിക്കുന്നതിന് പകരം ദൈവം ആഗ്രഹിക്കുന്നത് നാം അവനിൽ ആശ്രയിക്കണം. നമ്മുടെ ഭാവി എങ്ങനെയും ആയിക്കോട്ടെ, എന്നാൽ അവനെ ട്രസ്റ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ പ്രോസസ്സ്, ഒരു വൺ ടൈം ഇവൻ്റ് അല്ല. ജീവിതമെന്ന ഒരു ഓൺഗോയിങ് ജേർണിയാണ് അത്. നമ്മൾ ഡെയിലി റിപ്പീറ്റ് ചെയ്യുന്ന ഓരോ അവർലി, ഞാൻ കടത്തി പറഞ്ഞാൽ ഓരോ മിനിറ്റ് ടു മിനിറ്റ് നാം റിപ്പീറ്റ് ചെയ്യുന്നൊരു സൈക്കിളാണ്. അതാണ് നമ്മളെ ഒരു കൺസിസ്റ്റൻ്റായിട്ടുള്ളൊരു ഗ്രോത്തിലേക്ക്, ഒരു ആത്മീയ വളർച്ചയിലേക്ക് നമ്മെ കൊണ്ടുവന്നത്. ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയണമെന്നേ, സമാധാനം നമുക്ക് പ്രാപിച്ചെടുക്കണമെന്നേ. ഓരോ സമയവും നാം ഈ സൈക്കിൾ കൂടി കടന്നു പോകുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ കൂടുതൽ സ്ട്രോങ്ങർ ആവുക, അതോടൊപ്പം നമ്മൾ കൂടുതൽ മച്യൂറും ആകുക. പ്രൈസ് ഗോഡ്. ദൈവത്തെ ട്രസ്റ്റ് ചെയ്ത് ഭയത്തെ എതിർത്ത് നിൽപ്പാൻ തക്കോണം ദൈവം നമ്മെ എക്യുപ്പ് ചെയ്യും. വറിയടിക്കുന്നതിന് പകരം വലിയ കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാമേ. ഹൃദയം നിറയെ പ്രത്യാശയുമായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാമേ. When we anticipate the best instead of the worst, we can live faith-filled every day. ഒരു faith-filled ലൈഫ് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. സങ്കീർത്തനം 62-ന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. Psalm 62 verses 1 and 2. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങയില്ല. ദൈവമക്കളെ, നമ്മെ കുലുക്കുന്ന ശക്തികളുണ്ട്. ഉറപ്പില്ലാത്ത അവസ്ഥയിൽ നമ്മളെ വേവർ ചെയ്യാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുന്ന പോരുകൾ ഈ ലോകത്തിൽ നമുക്ക് കാണാം.
എന്നാൽ ഉറപ്പുള്ളവരായി നിന്നുകൊണ്ട് മൗനമായി ദൈവസന്നിധിയിൽ കാത്തിരുന്നുകൊണ്ട് എന്നെ അവൻ രക്ഷിക്കും, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നുവെന്ന് ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തക്കണം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മഹത്വത്തിൻ്റെ പ്രത്യാശ എന്ന ക്രിസ്തു ഞങ്ങളിലിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് വരെയും നടത്തി തന്ന കർത്താവേ, ഈയുള്ള ദിവസങ്ങളിൽ ചെയ്തെടുക്കേണ്ടുന്ന തീരുമാനങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തെടുപ്പാൻ തക്കണം ഞങ്ങളുടെ തലമുറകളിൽ നിന്നൊക്കെയും അതിശയകരമായ ദൈവത്തിൻ്റെ എൻകറേജ്മെൻറ്റിൻ്റെ വാക്കുകൾ കേട്ട് വിശുദ്ധിയോടെ പ്രമാണങ്ങൾക്കൊത്തവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.